ഹലോ. അപ്പൊ ഇന്ന് നമുക്ക് അമൃത ടി വിയിൽ ഷൂട്ടുണ്ട്. അമൃത ടി വിയിൽ നമുക്ക് ഇന്ന് ഷൂട്ടുണ്ട്. മാളൂസ് പുതിയൊരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ ഇങ്ങനെ വ്ളോഗിൽ 1 by 1 ആയിട്ട് പറയാം. അതെ, അപ്പൊ നമുക്ക് എന്തായാലും പോകാം. ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. എനിക്ക് പാക്കിംഗ് ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു ഷൂട്ടിന് പോകുന്ന, പക്ഷെ ഒന്നും എടുക്കാൻ പറ്റില്ല. ഷൂട്ടിന് പോകുമ്പോൾ പാക്ക് ചെയ്യുന്ന വ്ളോഗ് ഞാൻ അടുത്ത വ്ളോഗിൽ കാണിച്ചു തരാം. മാളൂട്ടി നല്ല ഉറക്കമാണ്. ഇനി അവളെ എണീപ്പിച്ചിട്ട് നമ്മൾ പല്ല് തേക്കൽ പോലും അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ വണ്ടിയിലിരിക്കുന്ന സമയം അവൾ ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി. മാളൂട്ടി ഉറങ്ങാണ് കേട്ടോ, നല്ല ഉറക്കത്തിലാണ്. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് വേണം വിളിച്ചെണീപ്പിച്ച് ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. മാളൂസിൻ്റെ ഫേവറേറ്റ് ആട്ടോ തേപ്പാപ്പിക്ക്. അങ്ങനെ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളങ്ങനെ സ്റ്റുഡിയോയിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ എത്താൻ കുറച്ച് സമയം എടുക്കും എന്തായാലും. അപ്പോൾ മാളൂട്ടി അതുവരെ ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി ഞങ്ങൾ. ഇപ്പോൾ ഓഫീസ് ടൈം ആയതുകൊണ്ടാണ് തോന്നിട്ടു രാവിലെ ഇത്ര തിരക്ക്. ആക്ച്വലി ഇതിപ്പോൾ 2ാമത്തെ ദിവസമാണ് ഷൂട്ട് തുടങ്ങിയിട്ട്. ഇന്നലെയും നമുക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു. കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ പുതിയൊരു സെഗ്മെൻ്റ് ആയിട്ടാണ് കേട്ടോ മാളൂട്ടി ചെയ്യുന്നത്. മാളൂട്ടീൻ്റെ കൂടെ വേദിക എന്ന് പറഞ്ഞൊരു കുട്ടിയും കൂടി ഉണ്ട്. അങ്ങനെ നമ്മൾ സ്റ്റുഡിയോയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി വേണം നമ്മൾ മാളൂട്ടീനെയൊക്കെ എണീപ്പിച്ചൊന്ന് ഉഷാറാക്കി എടുക്കാൻ. അപ്പോൾ നമ്മൾ സ്റ്റുഡിയോയിലെത്തി. ആദ്യം നമ്മൾ ചെന്ന് നമ്മൾ സാധനങ്ങളൊക്കെ അവിടെ വെച്ച് മാളൂട്ടി അവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയ സമയത്ത് മാളൂട്ടീനെയും കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാൻ നിൽക്കുകയാണ്. ചായ കുടിക്കാൻ പോവാം. നോക്കട്ടെ, ഒരു ഗുഡ് മോർണിംഗ് പറ സബ്സ്ക്രൈബേഴ്സിനോട്. എവിടെയാന്നുള്ളത് അറിയില്ല, എന്നാലും എവിടെയായിരിക്കും നമ്മള്? അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. മാളൂസ് ഇങ്ങനെ ഉറക്കമൊക്കെ റെഡി ആയിട്ട് വരുന്നേ ഉള്ളൂ. എന്തായാലും മാളൂസിന് ഇഷ്ടപ്പെട്ട സാധനമായിരുന്നു അന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായിരുന്നത്. മാളൂസിന്റെ ഫേവറേറ്റ് ആണല്ലോ പറ. ഭൂരി. പിന്നെന്താ ഫേവറേറ്റ്? എന്താ പറ. ഇതെന്താ ഇതെന്താ? അപ്പോൾ ഭൂരിയും കിഴങ്ങേറിയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടുന്ന് തിരിച്ച് മാളൂസിന് ഇനി കോസ്റ്റ്യൂമൊക്കെ നോക്കാൻ വേണ്ടി പോയി. അപ്പോൾ മാളൂസ് എന്ന അത്ഭുത ദ്വീപിൽ ഒരു സെഗ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നരഭോജി ആയിട്ടുള്ള ആളൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ ഓൾറെഡി അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ റിയലായിട്ട് ആ മൂവിയിൽ അങ്ങനെ അഭിനയിച്ച ആൾ തന്നെ വരുമെന്ന് ഞങ്ങളും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവരൊന്നിച്ചെന്ന് ഷോ ചെയ്യേണ്ടതുകൊണ്ട് മാളൂസ് ചെന്ന് സംസാരിച്ച് കുറച്ച് കമ്പനി ആവുകയൊക്കെ ചെയ്തു കേട്ടോ ഫസ്റ്റ്. ഇനി മേക്കപ്പ് എല്ലാം മാറി കോസ്റ്റ്യൂമും മേക്കപ്പൊക്കെ മാറി വരുമ്പോൾ ഇവളുടെ റിയാക്ഷൻ എന്തായിരിക്കും അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. പുറകില്ല നിന്റെ അളവൊക്കെ എടുത്തിട്ട് പോയിന്നല്ലേ അറിയോ? ക്യാരക്ടറിന്റെ പേരെന്താ? ഏത് രാധ? രാധ ആ നടീന്റെ പേര് അതിനകത്ത് രാധ. അങ്ങനെ ഞങ്ങൾ കോസ്റ്റ്യൂമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് അതിൽ റെഡിയാക്കാനുള്ളതൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ബാക്കി മേക്കപ്പും ഹെയറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. കുറച്ച് മുന്നേ കൃഷ്ണനായിട്ട് മാളൂസ് ഒരു ബിഹൈൻഡ് ദ സീൻസ് ഇവിടെ ഷൂട്ട് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് മാളൂസിന് ഒരുക്കി കൊടുത്തത് ഇവർ തന്നെയാണ് കേട്ടോ. അന്ന് നമ്മൾ സൂപ്പർ അമ്മയും മക്കൾ എന്ന് പറഞ്ഞ ഷോയിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് ആങ്കർ ചെയ്യാൻ വേണ്ടിയിട്ട് മാളൂട്ടി വന്നതായിരുന്നു. അപ്പോൾ അതൊരു വിഷു സ്പെഷ്യൽ ആയതുകൊണ്ടാണ് കൃഷ്ണൻ്റെ വേഷത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പം മാളൂസ് കണ്ടിന്യൂസ് ആയിട്ടൊരു ഷോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പം 2 ദിവസമാണ് നമുക്കിപ്പം നിലവിൽ ഷൂട്ട് പറഞ്ഞിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ഇപ്പം മാളൂസ് കോമഡി മാസ്റ്റേഴ്സിൽ പുതിയ സെഗ്മെൻ്റ് ആണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൽ വൈറൽ ചിന്നു എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് മാളൂസ് വരുന്നത്. പിന്നെ മാളൂസിൻ്റെ കൂടെയുള്ള വേദിക എന്ന് പറഞ്ഞ കുട്ടി വൈറൽ മിന്നു എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ ഇവർ രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള ആൾക്കാർ നമ്മുടെ സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നൊരു സെഗ്മെൻ്റ് ആയിട്ടാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ അതിന് മാളൂസിന് വേറൊരു പ്രോപ്പർ കോസ്റ്റ്യൂം ഉണ്ട്. ഇന്നലെയൊക്കെ അതിട്ടിട്ടായിരുന്നു ഷൂട്ട് ഉണ്ടായിരുന്നത്. 2 പേർക്കും ഒരേപോലത്തെ കോസ്റ്റ്യൂമാണ്. പക്ഷേ ഇന്നിപ്പം ഇവൾ ക്യാരക്ടർ ചെയ്യുന്നതുകൊണ്ട്, അത്ഭുത ദ്വീപ് മൂവിയിലെ ഹീറോയിൻ്റെ റോള് ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു ഗെറ്റപ്പിലാണ് ഇപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ കയറാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് മാളൂസിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ കോസ്റ്റ്യൂമിലേക്ക് മാറുമ്പോൾ ആ കോസ്റ്റ്യൂം നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ റെഡി ആയി കഴിഞ്ഞ് സ്റ്റേജിലേക്ക് പോവാണ് കേട്ടോ. ഇനി അവിടെ ഷൂട്ട് തുടങ്ങാനായിട്ടുണ്ട്.
അപ്പോൾ സ്റ്റേജിലേക്ക് കയറുമ്പോൾ ചെയ്യാനുള്ളത് ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ ഓവർ പ്രിപ്പറേഷൻസ് ഒന്നും ഇല്ല. ഇവർ ഓൺ ദി സ്പോട്ട് കൈ നോക്കിയിട്ട് അവരുടെ ആ ഒരു ടാലൻറ്റ് പോലെ അവർ കാര്യങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ ഒരു ആങ്കറിങ് മോഡൽ ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ ക്യാരക്ടർ ആയതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴേക്കും മാളൂട്ടിക്ക് വിശക്കുന്നെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചായ കുടിക്കാൻ പോയിട്ടോ. സാധാരണ ഇവിടെ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല, പക്ഷേ നമ്മളിവിടെ സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് ബിഹൈൻഡ് ദ സീൻസ് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നത്. മാളൂട്ടി ചായ കുടിച്ച് വന്നപ്പോഴേക്കും നമ്മൾ അത്ഭുത ദ്വീപിൽ നരഭോജിയായിട്ട് ചെയ്യുന്ന റോളിലുള്ള ആൾ അതേ ഗെറ്റപ്പിൽ ഒരുങ്ങി വന്നിട്ടുണ്ടായിരുന്നേ. ആദ്യം അവൾക്കൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ അവൾ പേടിയൊന്നും ഇല്ലാതെ സംസാരിച്ചു. അങ്ങനെ സ്റ്റേജിൽ കയറാനുള്ള ടൈമായി. മാളൂട്ടി മൈക്കൊക്കെ വെച്ചിട്ട് സെറ്റ് ആവാണ്. ഇന്നിപ്പോൾ രാവിലെ നമ്മൾ വന്ന് ക്യാരക്ടർ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കമൊക്കെ ആയതുകൊണ്ട് വേദൂട്ടീനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോഴാണ് ആൾ കോസ്റ്റ്യൂമൊക്കെ മാറി വന്നിട്ടുള്ളത്. ഇതാണ് മാളൂസിനും വേദൂട്ടിക്കും ഒരുപോലെയുള്ള ഒരു കോസ്റ്റ്യൂം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്ന് വേദൂട്ടി ഈ കോസ്റ്റ്യൂമിൽ തന്നെയാണ് രാവിലെ ഒരുങ്ങിയിട്ടുള്ളത്. മാളൂട്ടീൻ്റെ ഈ ഷൂട്ട് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ആ കോസ്റ്റ്യൂമിൽ വരാൻ. അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ആൾ പേടിച്ചെൻ്റെ ഒക്കത്ത് കയറിയിട്ടുണ്ടേ. പേടിച്ച് ഓടി ഇറങ്ങി ചേട്ടൻ അവിടെ ഒരുങ്ങി നിൽക്കുന്നുണ്ടല്ലോ. പക്ഷെ പെട്ടെന്ന് അതെന്താന്ന് നിങ്ങൾ എപ്പിസോഡ് കാണുമ്പോൾ മനസ്സിലാവും. തിങ്കളാഴ്ച മുതൽ ബുധനാഴ്ച വരെ രാത്രി 9 മണിക്കാണ് അമൃത TV കോമഡി മാസ്റ്റേഴ്സ് കാണിക്കുന്നത്. ഈ എപ്പിസോഡ് കാണിച്ചു കഴിഞ്ഞു, അതുകൊണ്ടാണ് ബിഹൈൻഡ് ദ സീൻസ് ഞാൻ ഇട്ടത്. അപ്പോൾ ഇനി എല്ലാവരും ഈ ഒരു ദിവസങ്ങളിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ പുതിയ പുതിയ എപ്പിസോഡ്സും മാളൂട്ടീൻ്റെ പുതിയ പുതിയ പ്രോഗ്രാംസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അങ്ങനെ ആ ഷൂട്ടൊക്കെ കഴിഞ്ഞ് മാളൂസിൻ്റെ കോസ്റ്റ്യൂമൊക്കെ മാറി ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ളതാണ്. അതിൻ്റെ ഇടയിൽ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ അമൃത TVൻ്റെ യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി നെക്സ്റ്റ് കോസ്റ്റ്യൂം മാറിയിട്ട് അടുത്ത ഷൂട്ടിന് കയറണം മാളൂട്ടിക്ക്. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴേക്ക് രസം ഭയങ്കര ഇഷ്ടമായിട്ടോ മാളൂട്ടിക്ക്. അതുകൊണ്ട് അവൾ പിന്നെയും അതെടുത്ത് കുടിക്കുകയാണ്. രസം നല്ല രസം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് കോസ്റ്റ്യൂം മാറാൻ വേണ്ടി വന്നപ്പോഴേക്കും നമ്മൾ ഡാൻസറായിട്ടുള്ള രേഷ്മ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് ഇതിന് മുന്നേ വേറെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാളൂസും രേഷ്മയൊക്കെ ഭയങ്കര ഫ്രണ്ട്സാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കണ്ട് അവരവിടെ ഷോ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളായിരുന്നു. രേഷ്മയുടെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് മീറ്റ് ചെയ്ത് സംസാരിച്ചു. അപ്പോൾ മാളൂസിന് നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് കോസ്റ്റ്യൂം മാറാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതാണ് മാളൂസിൻ്റെ കോസ്റ്റ്യൂം. നമ്മൾ മേക്കപ്പ് രാവിലെ ചെയ്തിട്ടുണ്ടായിരുന്നതുകൊണ്ട് വേറെ ചെയ്തിട്ടില്ല. പിന്നെ മാളൂസിന് ഈ ഡ്രസ്സിൽ നമ്മൾ സാധാ മേക്കപ്പ് ആയിരുന്നു ചെയ്യൽ. ഇന്നിപ്പോൾ മോർണിംഗ് ചെയ്തതുള്ളത് കൊണ്ട് നമ്മൾ അതങ്ങനെ വെച്ചതാണ്. അല്ലെങ്കിൽ നമ്മൾ ബേബി പ്രോഡക്റ്റാണ് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ കണ്ണ് എഴുതും, കുറച്ച് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കും. പക്ഷേ ബാക്കി മുഖത്ത് ഫൗണ്ടേഷൻസ് ഒന്നും യൂസ് ചെയ്യാറില്ല. ഇങ്ങനെ എന്തെങ്കിലും ക്യാരക്ടർ ആവുന്ന സമയത്തേ യൂസ് ചെയ്യാറുള്ളൂ. അല്ലാത്തപ്പോൾ ഒക്കെ ബേബി പ്രോഡക്റ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ പേര് C for ചിന്നുമായിട്ടാണ് ഞാൻ ഈ പരിപാടിയിലുള്ളത്. വൈറൽ ചിഹ്നം, അതെ, വൈറൽ ചിഹ്നമായിട്ടാണ് ഞാൻ ഈ പരിപാടിയിലുള്ളത്. നമുക്ക് ഞാൻ സ്റ്റേജിൽ പോകാം. അങ്ങനെ നമ്മൾ നേരെ സ്റ്റേജിലേക്ക് പോയപ്പോഴേക്കും മാളൂട്ടി അടുത്തതായിട്ട് ഇൻവൈറ്റ് ചെയ്യേണ്ട ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് പാട്ട് പാടുന്ന 2 കുട്ടികളായിരുന്നു കേട്ടോ. അപ്പോൾ അവരെ മാളൂസ് പരിചയപ്പെട്ട് അവരൊക്കെ ആയിട്ട് സംസാരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ആ ഷൂട്ട് കഴിഞ്ഞൊക്കെ ഇറങ്ങി വന്നപ്പോഴേക്കും മാളൂട്ടി വേദൂട്ടീൻ്റെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് പോയി കുറച്ച് നേരം. ഇതിപ്പോൾ ഒരു എപ്പിസോഡ് മാളൂട്ടി, ഒരു എപ്പിസോഡ് വേദൂട്ടി, അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇന്ന്. അതുകൊണ്ട് തന്നെ 2 പേർക്കും കളിക്കാൻ ടൈം കിട്ടിയിട്ടില്ല ഇന്നത്തെ ദിവസം. അപ്പോൾ ഒരു ബ്രേക്ക് ടൈം കിട്ടിയപ്പോൾ അവർ ഭയങ്കര കളിയിലായിരുന്നു കേട്ടോ, 2 പേരും മാറിയിരുന്നിട്ട്. അത് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഡിന്നർ കഴിക്കാനുള്ള ടൈമായി. നമ്മൾ വേഗം പോയി കഴിച്ചിട്ട് വന്നു. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ചപ്പാത്തിയാണ് തിന്നത്. ചപ്പാത്തി ചിക്കൻ കറി. പ്രശ്നങ്ങൾ ഞാൻ ഓടിപ്പോയി തന്നു. വീഡിയോ എടുക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. നമുക്ക് എന്തായാലും നമുക്ക് വേദികയിൽ നോക്കി വീട്ടിൽ ചെയ്തത്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്ക് ടു ഷൂട്ടിന് കയറി. അപ്പോഴേക്കും ഞാൻ മാളൂട്ടീൻ്റെ ഹെയർ സ്റ്റൈൽ ഒന്ന് ജസ്റ്റ് മാറ്റി കൊടുത്തു കേട്ടോ. ഡ്രസ്സ് ഇത് തന്നെയാണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഹെയർ സ്റ്റൈൽ മാത്രം ഒന്ന് ജസ്റ്റ് മാറ്റി കൊടുത്തു. അങ്ങനെ മാളൂസ് സ്റ്റേജിൽ കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഷൂട്ട് കഴിഞ്ഞു. അപ്പോൾ ഗുഡ് നൈറ്റ്. അപ്പോൾ ഗുഡ് നൈറ്റ്, ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബൈ. അപ്പോൾ എല്ലാവർക്കും നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ ഫ്രം മാളൂട്ടീസ് വ്ലോഗ്.